ലോകം ഒരു എൻലെസ് റേസ് പോലെയാണ്. നോട്ടിഫിക്കേഷൻ ബ്ലിങ്ക് ചെയ്യുന്നു, ഡെഡ്ലൈൻസ് ചേസ് ചെയ്യുന്നു, ഡ്രീംസ് പോലും കമ്പയർ ചെയ്യപ്പെടുന്നു. നമ്മൾ റൺ ചെയ്യുന്നു, അച്ചീവ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ബട്ട് ഡീപ്പ് ഇൻസൈഡ് ഒരു സൈലന്റ് എംപ്റ്റിനെസ് പലപ്പോഴും ഫീൽ ചെയ്യുന്നു. ഇൻ ദാറ്റ് സൈലൻസ്, ഹെവൻ വൺസ് വിസ്പേർഡ് ടു എ സ്മോൾ വില്ലേജ് കോൾഡ് ഫാത്തിമ. 1917 മുമ്പ് ജെസ്സിന്റെയും ഫ്രാൻസിസ്കോയും ലൂസിയും സാധാരണ കുട്ടികളായിരുന്നു. ആടുകളെ മേയ്ക്കുന്ന, കളിക്കുന്ന, ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ. പക്ഷേ മാതാവ് പ്രത്യക്ഷപ്പെട്ട നിമിഷം മുതൽ അവരുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറി. മാതാവിനെ കണ്ടതിന് ശേഷം ജെസീനയ്ക്ക് മുൻപത്തെ പോലെ കളിക്കുവാനോ ചിരിക്കുവാനോ ആയില്ല. പാപികളുടെയും ആത്മാക്കളുടെയും വേദന അവളുടെ ഹൃദയത്തിൽ ഒരു തീയായി കത്തുകയായിരുന്നു. അവൾ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. അവൾക്കിഷ്ടമായ കാര്യങ്ങൾ പോലും ത്യാഗമായി അവൾ സമർപ്പിച്ചു. ജൂലൈ 13 സന്ദർശിച്ച മാതാവ് അന്ന് കാണിച്ച നരകത്തിന്റെ യാഥാർത്ഥ്യം ജസീന്തയുടെ ഹൃദയം പൂർണ്ണമായി മാറ്റി. അവൾ പറഞ്ഞു, എനിക്ക് സ്വർഗം വേണ്ട, ആദ്യം ആത്മാക്കൾ രക്ഷപ്പെടട്ടെ. മാതാവിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം ഫ്രാൻസിസ്കോ കൂടുതൽ മൗനമുള്ളവനായി. നാലാമത്തെ പ്രത്യക്ഷതയിൽ മാതാവ് ത്യാഗം ചെയ്യാൻ പറഞ്ഞത് അവന്റെ മനസ്സിൽ ആഴമായി പതിച്ചു. അന്നു മുതൽ വേദന അവന് ശിക്ഷയായിരുന്നില്ല. ഫ്രാൻസിസ്കോയുടെ കയ്യിൽ ഒരിക്കൽ ഒരു തൊട്ടാവാടി തട്ടിയപ്പോൾ അതുമൂലമുണ്ടായ ചൊറിച്ചിൽ പോലും അവൻ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചു. 1918-19 കാലഘട്ടത്തിൽ യൂറോപ്പിലുടനീളം പടർന്ന സ്പാനിഷ് ഫ്ലൂ എന്ന മഹാമാരി അവരെയും ബാധിച്ചു. അവൻ ഗുരുതരമായി അസുഖപ്പെട്ടു. വേദനയുണ്ടായിരുന്നെങ്കിലും പരാതിയില്ലാതെ അത് ദൈവത്തിന് ഫ്രാൻസിസ്കോ സമർപ്പിച്ചു. ജസീന്തയുടെ വേദന ഫ്രാൻസിസ്കോയേക്കാൾ കൂടുതൽ നീണ്ടതായിരുന്നു. അവൾക്കും സ്പാനിഷ് ഫ്ലൂ ബാധിച്ചു. അതിന് പിന്നാലെ ഗുരുതരമായ മറ്റു പല അസുഖങ്ങളും. അവൾ പലപ്പോഴും വീട്ടിൽ നിന്ന് വേർപിരിഞ്ഞ് ആശുപത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നു. എന്നാൽ അവൾ ഒരിക്കലും പരാതി പറഞ്ഞില്ല. ഇത് പാപികളുടെയും ആത്മാക്കളുടെയും രക്ഷയ്ക്കായി എന്നായിരുന്നു അവളുടെ വാക്കുകൾ. ഫ്രണ്ട്സ്, ജസീന്തയും ഫ്രാൻസിസ്കോയും നമ്മെ പഠിപ്പിച്ചത് ഒരേ ഒരു കാര്യമാണ്. ഓരോ വേദനയും പരാതിയാകാതെ, ഓരോ കണ്ണീരും നിശബ്ദമായി ഈശോയ്ക്ക് സമർപ്പിക്കാൻ. അവരെ പോലെ നമ്മുടെയും ചെറു ത്യാഗങ്ങൾ വലിയ പ്രാർത്ഥനകളാക്കാൻ ഈ നോമ്പുകാലത്തിൽ നമുക്കും ശ്രമിക്കാം.